എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT കെമിസ്ട്രിയിലെ 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ രാസമാറ്റങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. രാസമാറ്റങ്ങൾ 6ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ 5ാമത്തെ ചാപ്റ്റർ കുറച്ച് വലിയൊരു 40 മിനിറ്റോളമുള്ള ചാപ്റ്ററാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് അല്ലേ, എപ്പോഴും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ചാപ്റ്ററാണ്. അത് വിട്ടുകളയാതെ പഠിക്കുക. ഈ 8ാം ക്ലാസ്സിലെ കറക്റ്റായിട്ട് 8ാം ക്ലാസ്സിലെ മുതലുള്ള എല്ലാ ചാപ്റ്ററും കറക്റ്റ് ആ ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ ഇപ്പം 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ 5ാമത്തെ ചാപ്റ്ററിലുണ്ടാവും, പിന്നെ അതായി റിലേറ്റ് ചെയ്തിട്ട് 6ാമത്തെ ചാപ്റ്ററിലുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത്, അതായത് ഓരോന്നും ബേസ് തൊട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. രാസമാറ്റങ്ങൾ എന്തൊക്കെയാണ്? രാസമാറ്റങ്ങളിൽ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയുന്നത് നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് ഫിസിക്കൽ ചേഞ്ച് ഉണ്ട്, കെമിക്കൽ ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഇവിടെ ടെക്സ്റ്റിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്താണ്, അതിനെ ഭൗതിക മാറ്റം അല്ലെങ്കിൽ രാസമാറ്റം എന്നിങ്ങനെ തരംതിരിക്കാൻ 2 കോളത്തിലേക്ക് ആക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച്. ഇംഗ്ലീഷ് ഭൗതിക മാറ്റം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ച് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലേ. പിന്നെ രാസമാറ്റം എന്ന് പറയുന്നതാണ് ഇത് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ പട്ടികയിലേക്ക് മാറ്റാനാണ്. നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നു. നമുക്ക് ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ജലം നീരാവിയാകുന്നു എന്നുള്ളത് ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? ഭൗതിക മാറ്റമാണല്ലേ. ജലം നീരാവിയാകുന്നു. ഞാൻ ഫിസിക്കൽ ചേഞ്ച് എന്ന് എഴുതിക്കോട്ടെ, ഫിസിക്കലാവുമ്പോൾ ഒരു പണിയാം. ഭൗതിക മാറ്റത്തിൻ്റെ ഇംഗ്ലീഷാണ് ഇത് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ച്. രാസമാറ്റത്തെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ എന്താണ് ഓരോ ഭൗതിക മാറ്റമാണെങ്കിൽ പീന്നിട്ടാൽ മതിയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ജലം നീരാവിയാകുന്നു എന്ന് പറയുന്നത് എന്ത് ചേഞ്ചാണ്? ഫിസിക്കൽ ചേഞ്ചാണ് അല്ലേ. ഫിസിക്കൽ ചേഞ്ചാണ്. ജലം നീരാവിയാകുന്നു, അത് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ജലം തന്നെ കിട്ടും. അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. പിന്നെയോ വിറക് കത്തുന്നു, വിറക് കത്തുവാണ് ചെയ്യുന്നത്, വിറക് കത്തി ചാരമാകുന്നു, തിരിച്ച് വിറകാക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു കെമിക്കൽ ചേഞ്ചാണ്. അടുത്തത് ഇരുമ്പ് തുരുമ്പിക്കുന്നു, അതും എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. മെഴുക് ഉരുകുന്നു, മെഴുക് ഉരുകി, അത് മെഴുക് തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുള്ളൂ? ഫിസിക്കൽ ചേഞ്ച്. പിന്നെ പടക്കം പൊട്ടുന്നു, പൊട്ടിയ പടക്കം പിന്നെ തിരിച്ചാക്കാൻ പറ്റില്ലല്ലോ, അത് കെമിക്കൽ ചേഞ്ച്. വിറക് വെട്ടുന്നു, വിറകാണ് വെട്ടുന്നത്, മരം വെട്ടുന്നു എന്നല്ല പറയുന്നത്, വിറക് വെട്ടുന്നത് കുഞ്ഞിതാക്കുന്നേ എന്നേ ഉള്ളൂ, അതും എന്തിൽ വരുന്നതാണ്? ഫിസിക്കൽ ചേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നുള്ള ഈ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്ര ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഭൗതിക മാറ്റത്തിൽ എന്താണ്? തന്മാത്ര ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. ഇതൊരു താൽക്കാലിക മാറ്റമാണ്. ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മാറ്റമാണ്. എന്നാൽ രാസമാറ്റത്തിൽ പദാർത്ഥം പൂർണ്ണമായി പുതിയൊരു പദാർത്ഥമായി മാറുന്നു അല്ലേ. വിറക് കത്തുന്നു എന്ന് പറഞ്ഞു, വിറക് കത്തി അത് എന്തായി മാറി? ആഷായി മാറി അല്ലേ, ചാരമായി മാറി. അപ്പോൾ പുതിയൊരു പദാർത്ഥമായി മാറുന്നു, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇതൊരു സ്ഥിരമാറ്റമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം? ഭൗതിക മാറ്റത്തിൽ തന്മാത്ര ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്, രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകളാണ് രൂപപ്പെടുന്നത്. പിന്നെ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് താൽക്കാലിക മാറ്റമാണ്, രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമാറ്റമാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഭൗതിക മാറ്റത്തിൽ തന്മാത്ര ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്, അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും. രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. ഇനി ഇവിടെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്താണ് ആ എക്സാമ്പിളിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം അല്ലേ. ഓക്കെ, 2 ബീക്കറുകളിൽ 1/4 ഭാഗം ജലം എടുക്കുന്നു. 2 ബീക്കറുണ്ട്. ഒരു ബീക്കറിൽ ഒരു ചെറിയ കഷണം സോഡിയം ഇടുക. എന്താണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്? സോഡിയം.
അപ്പോൾ ജലവും സോഡിയവും തമ്മിൽ തീവ്രമായി പ്രവർത്തിച്ച് ഒരു വാതകം പുറത്തു വരുന്നത് ശ്രദ്ധിക്കൂ. പ്രവർത്തന ശേഷം 2 ബീക്കറിലും ഒരു തുള്ളി ഫിനോഫ്തലീൻ വീതം ചേർത്ത് നോക്കൂ. എന്താണ് നിരീക്ഷിക്കുന്നത്? എന്താണ് ഫിനോഫ്തലീനായിട്ടുള്ള ഒരു ബന്ധം? എന്താണ്? നമ്മൾ നേരത്തെ ഫിനോഫ്തലീൻ്റെ കാര്യം പഠിച്ചതാണ്. എപ്പോഴാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ തന്നെ 7ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ അല്ലേ, ആസിഡും ആൽക്കലിയും എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഫിനോഫ്തലീൻ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകം എന്ന രീതിയിൽ പഠിച്ചതല്ലേ ഫിനോഫ്തലീൻ. അപ്പോൾ ഫിനോഫ്തലീന് ആസിഡിലെ നിറം എന്തായിരുന്നു? ഫിനോഫ്തലീനിലെ ആസിഡിലെ നിറം ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ക്ലാസ് ഒന്നും ഇഷ്ടമാവുന്നില്ലേ, എങ്ങനെയാണ്, നല്ല ക്ലാസ് ആണോ എന്നൊന്നും കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫിനോഫ്തലീന് ആസിഡിലെ നിറം എന്താ നമ്മൾ ഓൾറെഡി കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിവിടെ ആവശ്യം ആൽക്കലിയിലെ നിറമാണ്. ഫിനോഫ്തലീന് ആൽക്കലിയിലെ നിറം എന്ന് പറയുന്നത് എന്താണ്? പിങ്കാണ്. ഫിനോഫ്തലീനിലെ ആൽക്കലിയിലെ നിറം എന്താണ്? പിങ്കാണ്. പിങ്ക്. ഓക്കെ, പിങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 2 ബീക്കർ നമ്മൾ എടുത്തു, അതിലേക്ക് ഒരെണ്ണത്തിലേക്ക് എന്തിട്ടു? സോഡിയം ഇട്ടു എന്നാണ് പറയുന്നത് അല്ലേ. സോഡിയം ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബീക്കറിൽ ഒരു ചെറിയ കഷ്ണം സോഡിയം ഇട്ടു. അപ്പോൾ ജലവും സോഡിയവും തമ്മിൽ തീവ്രമായി പ്രവർത്തിച്ചൊരു വാതകം പുറത്തു വരുന്നത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ. ആ വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഏതാണ്? ഹൈഡ്രജൻ. ഇപ്പോൾ സോഡിയവും വാട്ടറും കൂടി ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. അതിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആൽക്കലിയാണ്. എന്താണ്? ആൽക്കലിയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലിയാണ്. ഇവിടെ നോക്കിയേ, സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ വാതകവും ആൽക്കലിയും ഉണ്ടാകുന്നു. ഞാനിവിടെ ഒന്ന് എഴുതാം അതിൻ്റെ എങ്ങനെയാണ് ഫോർമുല എന്നുള്ളത്. നോക്കി, സോഡിയം എന്തായി പ്രവർത്തിക്കുന്നു? വാട്ടറായി പ്രവർത്തിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? എന്താ കിട്ടുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡും അതിൻ്റെ കൂടെ ഹൈഡ്രജനുമാണ് കിട്ടുന്നത്. ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ബാലൻസ്ഡ് ആക്കാൻ പഠിച്ചുല്ലോ. അപ്പോൾ അത് ബാലൻസ്ഡ് ആക്കുമ്പോൾ ഇവിടെ 2 വരും, ദെൻ 2. ഓക്കെ, എങ്ങനെയാണ് ബാലൻസ്ഡ് ആക്കുന്നത്? അപ്പം സോഡിയം വാട്ടറുമായി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഇതിൽ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആൽക്കലിയാണ്. എന്താണ്? ആൽക്കലിയാണ്. പിന്നെ ഹൈഡ്രജനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഈ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ വായിച്ചത് കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ്? സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ആൽക്കലി, ഇപ്പോൾ സോഡിയവും വെള്ളവും കൂട്ടിച്ചേർത്ത് നമ്മൾ ഈ ബീക്കറിൽ ഇങ്ങനെ വച്ചേക്കുകയാണല്ലേ. അതിലേക്ക് ഫിനോഫ്തലീൻ കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഫിനോഫ്തലീനിലെ ആൽക്കലിയിലെ നിറം എന്താണ്? പിങ്ക് നിറമാണ്. അപ്പോൾ മനസ്സിലായാലും എന്തുകൊണ്ടാണ് ഇത് പിങ്കായെന്ന്? ആൽക്കലിയിലെ നിറമാണ് പിങ്ക്. ഇതിൽ ആൽക്കലി എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി നമുക്ക് കൂടുതൽ ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻസ്, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും തെർമോ കെമിക്കൽ റിയാക്ഷൻസ്, പിന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ അവിടുത്തെ PDF പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അധികമൊന്നുമില്ല, ഒരു 2-3 പേജ് PDF, കുറച്ച് കാര്യങ്ങളെ നമുക്കുള്ളൂ. പക്ഷേ ഇതിൽ എക്സാമ്പിൾ ഏതുമായി റിലേറ്റ് ചെയ്യുന്നു, ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ ഉൾപ്പെടാത്തത് ഏത്, ആ രീതിയിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ടാണ് ടെക്സ്റ്റ് എടുത്ത് തന്നെ ഇപ്പോൾ സയൻസ് ആയതുകൊണ്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. സയൻസ് നമുക്ക് എപ്പോഴും ടെക്സ്റ്റ് വെച്ച് ഓരോ പിക്ചേഴ്സും ഓരോ ഇതൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? താപരാസപ്രവർത്തനങ്ങൾ അഥവാ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഭൗതിക മാറ്റത്തെയും രാസമാറ്റത്തെയും പറ്റി പഠിച്ചു. പിന്നെ സോഡിയം ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ആൽക്കലി ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കണേ. സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്.
പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ടല്ലോ, നോക്കി. മഗ്നീഷ്യം വായുവിൽ കത്തുന്ന പ്രവർത്തനത്തിൽ താപവും പ്രകാശവും ഉണ്ടാകും. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ എന്തുണ്ടാകുന്നു? താപവും പ്രകാശവും ഉണ്ടാകുന്നു. മഗ്നീഷ്യം വായുവിൽ കത്തുക എന്ന് വെച്ചാൽ മഗ്നീഷ്യം ഓക്സിജനുമാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തുണ്ടാകുന്നു? താപവും അതോടൊപ്പം തന്നെ പ്രകാശവും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇനി താപരാസപ്രവർത്തനങ്ങൾ, തെർമോ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് നോക്കാം. താപരാസപ്രവർത്തനങ്ങൾ, തെർമോ കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. അതിൽ വരുന്ന ഒരെണ്ണമാണ് എക്സോതെർമിക്. ഏതാണ്? എക്സോതെർമിക്കും പിന്നെ എൻഡോതെർമിക്കും. ഏതൊക്കെയാണ്? എക്സോതെർമിക് റിയാക്ഷൻസും എൻഡോതെർമിക് റിയാക്ഷനും. സിമ്പിളാണ്, ഓർത്ത് വയ്ക്കാം. എക്സോ നമുക്ക് വേറെ ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. എക്സോർജിക്കും എൻഡോർജിക്കും വരുന്നുണ്ട്. അത് ഊർജ്ജമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിയ താപം അഥവാ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ രണ്ടായി തിരിക്കുന്നു. എക്സോതെർമിക് റിയാക്ഷൻ എന്നും എൻഡോതെർമിക് റിയാക്ഷൻ എന്നും. അതിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ? താപം പുറത്തു വിടുന്നത് അല്ലെ. എക്സോ എന്ന് പറയുന്നത് താപം പുറത്തു വിടുന്ന രാസപ്രവർത്തനത്തെയാണ് എക്സോ എന്ന് പറയുന്നത്. ഇനി താപം ആഗിരണം ചെയ്യുന്ന, അബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ എൻഡോതെർമിക് എന്ന് പറയുന്നു. ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മളിത് ഇനി പഠിക്കും കേട്ടോ, ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് നോക്കി. ആദ്യം ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണുള്ളത്. നോക്ക്. മഗ്നീഷ്യം എടുത്ത് അതിലേക്ക് 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ഒരു മഗ്നീഷ്യം എടുത്തിട്ടുണ്ട്, അതിലേക്ക് എന്ത് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മഗ്നീഷ്യത്തിലേക്ക്. എന്നിട്ട് 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. പുറത്തു വരുന്ന വാതകം ഏതായിരിക്കും? പിന്നെ ചൂട്, ഈ ടെസ്റ്റ് ട്യൂബിൽ തൊടുമ്പോൾ നമുക്ക് ചൂട് തോന്നാനുള്ള കാരണം എന്തായിരിക്കും എന്നതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മഗ്നീഷ്യം നോക്കിയേ, മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മുക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടും നോക്കിയേ. മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപവും ഹീറ്റുമാണ് ഉണ്ടാകുന്നത്. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡായി ചേരുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപവും ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഏത് റിയാക്ഷനുള്ളതാണ്, അല്ലെങ്കിൽ ഏത് റിയാക്ഷനായി റിലേറ്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്. കാരണം എന്താണ് ഇവിടെ? താപം തെർമോ കെമിക്കൽ. ഓക്കെ. അപ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപവുമാണ്. ഇനി എന്താ പറയുന്നത്? എരിയുന്ന ചന്ദനത്തിരി ആളിക്കത്തിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ, ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. ആ ഒരു എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിലെന്തിട്ടു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടേക്കുവാണിത്. ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് അടിയിൽ നിന്ന് ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കുമ്പോൾ ഒരു ചന്ദനത്തിരി, അതായത് കത്തിച്ചിട്ട് കെടുത്തിയ ചന്ദനത്തിരി ഉണ്ടല്ലോ, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചന്ദനത്തിരി നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ജസ്റ്റ് ഒന്ന് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചന്ദനത്തിരി ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും എന്താണ് സംഭവിക്കുന്നത്? ഈ തെർമോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ് അതിലും ഉണ്ടാവുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാകുമ്പോൾ അത് വിഘടിച്ച് പൊട്ടാസ്യം മാഗ്നേറ്റ്, മാംഗനീസ് ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവയുണ്ടാകുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് എന്തൊക്കെ ഉണ്ടാകുന്നു? പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവയാണ് ഉണ്ടാകുന്നത്. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് താപോർജ്ജം ആഗിരണം ചെയ്തതുകൊണ്ടാണ് അല്ലേ. താപോർജ്ജം ആഗിരണം ചെയ്തിട്ടല്ലേ ഇവിടെ എന്ത് ചെയ്തത്? വിഘടിച്ചത്. ഇവിടെ എന്താണ്? താപം ആഗിരണം ചെയ്തു. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് എന്താണ്? ഇവിടെ താപം എന്താ ചെയ്തത്? ഈ താഴെ തന്നതിൽ, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ നമ്മൾ താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ എന്താണ്? റിയാക്റ്റൻസും പ്രൊഡക്ട്സും. ഈ ആരോയ്ക്ക് മുമ്പുള്ളതാണ് റിയാക്റ്റൻസ്, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ അവിടെയാണ് താപമെങ്കിൽ നമ്മൾ താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. വിഘടിക്കാൻ വേണ്ടിയിട്ട് താപം ആഗിരണം ചെയ്തു. തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ നമ്മൾ നോക്കി
പ്രൊഡക്റ്റിൻ്റെ അവിടെയാണ് താപം വന്നിരിക്കുന്നത് അല്ലേ, ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. പ്രൊഡക്റ്റിൻ്റെ അവിടെയാണ് താപം വന്നിരിക്കുന്നത്. അതെന്താണ്? അത് താപം പുറത്തേക്ക് വിടുന്നതാണ്. അത് എക്സോതെർമിക് ആണ്. അപ്പോൾ ഈ എക്സോതെർമിക്കും എൻഡോതെർമിക്കും ഏതിൽ വരുന്നതാണ്? ഈ തെർമിക്കിൽ തന്നെ വരുന്നതാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം കേട്ടോ. തെർമോ കെമിക്കൽ റിയാക്ഷനിൽ വരുന്നതാണ്. ഇനി നോക്കിയേ, താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ അഥവാ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നും താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ രാസപ്രവർത്തനങ്ങളെ താപ ആഗിരണ പ്രവർത്തനങ്ങളെന്നും അതായത് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്. തെർമോ കെമിക്കൽ റിയാക്ഷൻ, തെർമോനെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. എക്സോ എന്നും പിന്നെയോ എൻഡോ എന്നും. എക്സോ എന്നും എൻഡോ എന്നും രണ്ടായി തിരിക്കുന്നു. അതിൽ എക്സോയിൽ വരുന്ന ഇത് ഏതാണ്? ആ മഗ്നീഷ്യത്തിൻ്റെ കാര്യം ഓർക്കുക കേട്ടോ. മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് ഏതിൽ വരുന്നതാണ്? എക്സോയിൽ വരുന്നതാണ് അല്ലേ. എക്സോയിൽ വരുന്നതാണ് നമ്മൾ കണ്ട മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിലേറ്റ് ചെയ്തത്. പിന്നെ എൻഡോയിൽ വരുന്നതാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ കാര്യം അല്ലേ. പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ചന്ദനത്തിരി, അത് ഏതിൽ വരുന്നതാണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ചന്ദനത്തിരി ഏതിൽ വരുന്നതാണ്? അത് എൻഡോയിൽ വരുന്നതാണ്. എൻഡോ. ഓക്കെ. ഇനി അടുത്ത റിയാക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ്? പ്രകാശരാസപ്രവർത്തനങ്ങൾ അഥവാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. പ്രകാശരാസപ്രവർത്തനങ്ങൾ അഥവാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് നോക്കാം. ഒന്നാമത്തത് തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ് അല്ലേ. ഫോട്ടോ നമുക്കറിയാം, ഫോട്ടോ കെമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈറ്റായി റിലേറ്റ് ചെയ്ത്. നോക്കിയേ, ഈ പ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്താണ് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് അല്ലേ. പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ടാണ് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അതിൻ്റെ സമവാക്യം നോക്കിയേ, ജലം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് പ്രകാശം അല്ലേ. സൺലൈറ്റും ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ടാണ് നമുക്ക് എന്ത് പിന്നെ കിട്ടുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും കിട്ടുന്നത്. അപ്പം ഇവിടെ ഫോട്ടോസിന്തസിസിൽ പ്രകാശം ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിലുള്ള ഒന്നാമത്തെ ഏതാണ്? ഫോട്ടോസിന്തസിസ്. അങ്ങനെ എഴുതി വയ്ക്കുക. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ താഴെ ഫോട്ടോസിന്തസിസ്, അവിടെ പ്രകാശം എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ നോക്കിയേ, മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങിൻ്റെ കാര്യം എന്താ പറയുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണ് പ്രകാശോർജം പുറത്തുവിടുന്നത്. അപ്പോൾ പ്രകാശോർജം എന്താ ചെയ്യുന്നത്? പുറത്തു വിടുകയാണ് ചെയ്യുന്നത് അല്ലേ. മിന്നാമിനുങ്ങിൻ്റെ ഇതിൽ ഫയർഫ്ലൈയുടെ ആ ഗ്ലോ എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രകാശം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. ബയോലുമിനസെൻസ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. അപ്പം മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ തിളക്കത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ലൂസിഫറിൻ ആണ്. എന്താണ്? ലൂസിഫറിൻ. ഈ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. ആ പ്രതിഭാസത്തെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോലുമിനസെൻസ് എന്ന് പറയുന്നത്. ഈ പ്രവർത്തന ഫലമായി ഉത്സർജിക്കപ്പെടുന്ന ഊർജ്ജത്തിൻ്റെ 95% പ്രകാശോർജ്ജമാണ്. അതുകൊണ്ടാണ് മിന്നാമിനുങ്ങ് മിന്നുമ്പോൾ എന്തുണ്ടാകുന്നത്? ചൂടനുഭവപ്പെടുന്നത്. അപ്പോൾ ലൂസിഫറിനും അതോടൊപ്പം തന്നെ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് എന്തുണ്ടാകുന്നു? ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോൾ പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നു. ആ പ്രതിഭാസമാണ് ബയോലുമിനസെൻസ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശരാസ പ്രവർത്തനമാണ്. അതിൽ ഫോട്ടോസിന്തസിസിൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞ്. ഫോട്ടോസിന്തസിൽ എന്താ ചെയ്യുന്നത്? പ്രകാശം ആഗിരണം, അങ്ങനെ തന്നെ ഓർക്കണം കേട്ടോ. പ്രകാശം ആഗിരണം ചെയ്യുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞത് നമ്മുടെ എന്താണ്? മിന്നാമിനുങ്ങിൻ്റെ എന്താ പറയുന്നത്? ഉത്സർജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രകാശം ഉത്സർജിക്കപ്പെടുന്നു. എഴുതി വെക്കണേ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുമോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ. ഇനി നോക്കിയേ, പ്രകാശ സംശ്ലേഷണം ജീവമണ്ഡലത്തിൻ്റെ പ്രധാന രാസപ്രവർത്തനം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് വായിച്ചു നോക്കാം. നോക്കിയേ, സസ്യങ്ങളിലെ ഹരിതകണങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി ഇലകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലുമൊക്കെ സംഭരിക്കപ്പെടുന്നത്. ഇനി
അടുത്ത ഒരു കാര്യം കൂടി നമുക്ക് ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ ഓർത്ത് വയ്ക്കണം. എന്താണെന്ന് നോക്കി, സിൽവർ ബ്രോമൈഡ്. എന്താണ് സിൽവർ ബ്രോമൈഡിൻ്റെ കാര്യം നമുക്ക് നോക്കാം. എന്താ അവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസ്സുകൾ എടുത്ത് 2ലും അല്പം സിൽവർ ബ്രോമൈഡ് ഇടുക. ഒരു വാച്ച് ഗ്ലാസ് കറുത്ത കടലാസ് കൊണ്ട് പൊതിയുക. എന്നിട്ട് രണ്ടും എന്ത് ചെയ്യാം, ഇപ്പോൾ 2 വാച്ച് ഗ്ലാസ് നമ്മൾ എടുത്തു, അല്ലെങ്കിൽ 2 പ്ലേറ്റ്, ഓക്കെ, വാച്ച് ഗ്ലാസ് എടുത്തു, അതിലേക്ക് എന്തിട്ടു, സിൽവർ ബ്രോമൈഡ് ഇട്ടു. എന്നിട്ട് ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്തു, കറുത്ത തുണി കൊണ്ട് മൂടി വെച്ചു, ഒരെണ്ണം നേരെ കൊണ്ട് വെയിലത്ത് വെച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക, സിൽവർ ബ്രോമൈഡ് വെയിലത്ത് വച്ച സിൽവർ ബ്രോമൈഡ് കറുത്തു പോകും. ഓക്കെ, അതാണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. അതുകൊണ്ടാണ് ചില മരുന്നുകൾ, രാസവസ്തുക്കൾ എന്നിവ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ കറുത്ത കടലാസ് കൊണ്ട് പൊതിഞ്ഞതിനൊന്നും സംഭവിക്കില്ല, അല്ലാത്തതിന് നിറം മാറി കറുത്ത നിറമായി പോവും. എന്തുകൊണ്ടാണ്? പ്രകാശ ഊർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ അഥവാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ ഓർത്ത് വയ്ക്കേണ്ട 3 കാര്യങ്ങളാണ്: ഫോട്ടോസിന്തസിസ്, പിന്നെ ഫയർഫ്ലൈയുടെ കാര്യം, മിന്നാമിനുങ്ങിൻ്റെ കാര്യം, പിന്നെ സിൽവർ ബ്രോമൈഡിൻ്റെ കാര്യം. അടുത്തതാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അഥവാ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അഥവാ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നോക്കാം. ഇവിടെ എന്താണ് ഇത് കണ്ടോ, നമുക്ക് നോക്കി എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഇതിൽ കാർബൺ ദണ്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോപ്പർ സൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലായനിയും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് ലായനിക്ക് ഉണ്ടാകുന്ന നിറം മാറ്റം, കാർബൺ ദണ്ടിൽ കോപ്പർ നിക്ഷേപിക്കപ്പെടുന്നത് ലായനിക്ക് രാസമാറ്റം സംഭവിച്ചു എന്നതിൻ്റെ തെളിവാണ്. എന്താ സംഭവിച്ചത്? കോപ്പർ സൾഫേറ്റ് ലായനിക്കുണ്ടായ നിറം മാറ്റവും കാർബൺ ദണ്ടിൽ കോപ്പർ നിക്ഷേപിക്കപ്പെട്ടതും ലായനിക്ക് രാസമാറ്റം സംഭവിച്ചു എന്നതിന് തെളിവാണ്. ഈ പ്രവർത്തനത്തിൽ എന്താ സംഭവിച്ചത്? വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തേക്കാണല്ലേ. അപ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് കോപ്പർ സൾഫേറ്റ് വിഘടിക്കുകയാണ് ഉണ്ടായത്. എന്താ സംഭവിച്ചത്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്തു? വിഘടിച്ചു. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നു. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന അതിന് നമ്മൾ എന്ത് പറയും? വൈദ്യുത വിശ്ലേഷണം എന്നാണ് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ്. എന്താണ് ഇലക്ട്രോലൈസിസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഈ ഒരു പിക്ചർ മനസ്സിലോർക്കാം. ഇനി എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് നോക്കി. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ഈ കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ് ഒക്കെ. അപ്പോൾ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുമ്പോൾ ആ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തിട്ട് ഈ എക്സാമ്പിളിലെ കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്തു? വിഘടിച്ചു. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ആ ദണ്ടിനെ എന്ത് പറയുന്നു? ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. കാർബൺ ദണ്ട്, ഇവിടെ അത് ഇലക്ട്രോഡാണ്. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലായത്? ഈ ഒരു പിക്ചർ ഓർത്ത് വയ്ക്കുക ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ. അപ്പോൾ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി അടുത്തതിൽ ഒരു ബീക്കറിൽ എന്താണ്? നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ദണ്ട് കോപ്പറും ഒരു ദണ്ട് സിങ്കുമാണ്. ഇവിടെ ബാറ്ററി ഒന്നും ഇല്ല, ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു LED ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് നോക്കി. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ LED കത്തി അല്ലേ? സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ LED കണ്ടോ? നന്നായി കത്തി കിടക്കുന്നത് കണ്ടോ? കത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ആസിഡും അതിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായാണ് ഇവിടെ വൈദ്യുതി ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടായത്? ആസിഡും ആ ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ വൈദ്യുതി ഉണ്ടായത്.
രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന ഇത്തരം സംവിധാനങ്ങളെ വൈദ്യുത രാസ സെല്ലുകൾ, ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആസിഡും അതിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായിട്ടാണ് വൈദ്യുതി ഉണ്ടായത്. ഇങ്ങനെ വൈദ്യുതി ഉണ്ടാകുന്ന ഇത്തരം സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പറയുന്നു, ഇലക്ട്രോ കെമിക്കൽ സെൽസ് അഥവാ വൈദ്യുത രാസ സെല്ലുകൾ എന്നാണ് പറയുന്നത്. ഇപ്പം എന്തൊക്കെയാണ് ഈ ഇലക്ട്രോയിൽ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇലക്ട്രോയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു എക്സ്പെരിമെൻറ്റ് നോക്കിയേ. നാരങ്ങയാണ്. നാരങ്ങയിൽ ചെമ്പുകമ്പി പിന്നെ സിങ്ക് തകിട് ആയിട്ട് ബന്ധിപ്പിച്ചു. ഒരറ്റത്തെ നാരങ്ങയിലെ സിങ്കും മറ്റേ അറ്റത്തെ നാരങ്ങയിലെ കോപ്പറും, അതായത് സിങ്ക് കോപ്പർ ആ രീതിയിൽ കോപ്പറും ഒരു ചാലക കമ്പി വഴി LED-യുമായി ബന്ധിപ്പിക്കുമ്പോൾ എന്തുണ്ടാകും? LED പ്രകാശിക്കും. അപ്പോൾ എന്താ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം, ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു. ആസിഡ് മെറ്റലായി പ്രവർത്തിച്ചിട്ട് അല്ലേ, മെറ്റലായി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അഥവാ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിൽ വൈദ്യുതോർജ്ജം ഒന്നെങ്കിൽ ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഒന്നും കൂടി ഓർത്തു വയ്ക്കേ. ആദ്യം ഇലക്ട്രോളിസിസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തൊരു പദാർത്ഥം വിഘടിക്കുന്നതിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ് കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് വൈദ്യുതി കടത്തിവിടുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഇവിടെ കെമിക്കൽ സെൽസ്, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്നുള്ളത് പഠിച്ചു അല്ലേ. കോപ്പർ, അതായത് ആസിഡ് പ്ലസ് ലോഹം, ആസിഡും ലോഹവും കൂടി ചേരുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഇലക്ട്രോ കെമിക്കൽ സെല്ലുണ്ടാകുന്നു. പിന്നെ ഈ ചെറുനാരങ്ങയുടെ എക്സാമ്പിളും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ ഒരു ആവരണം ഉണ്ടാക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. മലയാളം ഓർത്ത് വെക്കണേ, ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. എന്താ നോക്കാം. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയെ വൈദ്യുത ലേപനം എന്ന് പറയുന്നു. വൈദ്യുത ലേപനം വൈദ്യുത രാസ പ്രവർത്തനമാണ്. ഇതും ഒരു വൈദ്യുത രാസ പ്രവർത്തനമാണ് അഥവാ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ വൈദ്യുത ലേപനം എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സാമ്പിൾ നോക്കി. ഇവിടെ ഇരുമ്പ് വളയാണിത്. ഇതെന്താണ്? ഇത് വെള്ളി ദണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇരുമ്പ് വളയും വെള്ളി ദണ്ടും ഏതിലാണ് മുക്കി വെച്ചിട്ടുള്ളത്? സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനികളുടെ മിശ്രിതത്തിലാണ് മുക്കി വെച്ചത്. സിൽവറും സോഡിയം സയനൈഡിൻ്റെയും ലായനിയുടെ മിശ്രിതത്തിൽ ഇവരെ മുക്കി വെച്ചേക്കാം. എന്നിട്ടൊരു ബാക്ടീരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ടീരിയയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ഏതിലേക്കാണോ നമുക്കിപ്പോൾ ഇരുമ്പ് വളയെ നമ്മൾ എന്താക്കാൻ പോകുന്നത്? സിൽവർ ആക്കാൻ പോകുന്നത്, സിൽവർ കൊണ്ട് പൂശാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇരുമ്പ് വളയെ നമ്മൾ സിൽവർ കൊണ്ട് പൂശുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇരുമ്പ് വളയനെ ഏതിനെയാണോ ഇപ്പോൾ ഇരുമ്പിനെ നമ്മൾ സിൽവർ കൊണ്ട് പൂശാൻ പോകുമ്പോൾ ഇരുമ്പ് വളയനെ നമ്മൾ ബാക്ടീരിയയുടെ നെഗറ്റീവ് ഭാഗത്തേക്ക്, അതായത് കാഥോഡിലേക്കും, പിന്നെ ഏതാണോ നമ്മൾ പൂശേണ്ടത്, ഇപ്പം ഇതിൽ സിൽവർ വെള്ളി ദണ്ടല്ലേ, അപ്പോൾ സിൽവറാണ്, അതിനെ പോസിറ്റീവ് വശത്തിലേക്കും വേണം ബന്ധിപ്പിക്കാനായിട്ട്. അത് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം. പിന്നെ സ്വിച്ചൊക്കെ ഉണ്ട്. ഇതിലെന്താ സംഭവിക്കുക നോക്കി. വെള്ളിത്തകിടും ഇരുമ്പ് വളയും ബാക്ടീരിയയുമായി ചിത്രത്തിൽ കാണുന്നത് പോലെ ബന്ധിപ്പിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇരുമ്പ് വളയിൽ വെള്ളി ലോഹത്തിൻ്റെ നേർത്ത പാളി ആവരണം ചെയ്യപ്പെടും. കോപ്പറാണ് പൂശേണ്ടതെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനിയും വെള്ളിക്ക് പകരം കോപ്പർ തകിടുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണോ നമ്മൾ പൂശാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ വെള്ളിത്തകിടാണല്ലോ, അപ്പോൾ എന്താണോ പൂശാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ബാക്ടീരിയയുടെ പോസിറ്റീവ് സൈഡിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ കോപ്പറാണ് പൂശേണ്ട ലോഹം, കോപ്പറാണെങ്കിൽ കോപ്പർ സൾഫൈഡ്. ഇനിയിപ്പോൾ സ്വർണ്ണമാണ് പൂശാൻ നമുക്ക് ഇഷ്ടമെങ്കിൽ അല്ലേ, സ്വർണ്ണമാണെങ്കിൽ നമുക്ക് ഗോൾഡ് സൈനൈഡിൻ്റെയും സ്വർണ്ണ സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിതം നമുക്കിതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ പിക്ചറും ഒന്ന് മനസ്സിൽ വയ്ക്കുക. എന്താണെന്ന് നോക്കിയിനി, ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളുമുണ്ട് അല്ലേ. ഊർജം എനർജി ആഗിരണം ചെയ്യുന്നതുമുണ്ട്, എനർജി പുറത്തുവിടുന്നതുമുണ്ട്.
ഊർജം ആഗിരണം ചെയ്യുന്നവയെ ഊർജാകിരണ പ്രവർത്തനം അഥവാ എൻഡോഎർജിക്, ആഗിരണമാണെങ്കിൽ എൻഡോഎർജിക് എന്നും, ഊർജം പുറത്തുവിടുന്നതിനെ ഊർജമോചക പ്രവർത്തനം അഥവാ എക്സോഎർജിക് റിയാക്ഷൻസ് എന്നുമാണ് പറയുന്നത്. എക്സോഎർജിക് റിയാക്ഷൻ. ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണെങ്കിൽ ഊർജാകിരണ പ്രവർത്തനം അഥവാ എൻഡോർജിക് റിയാക്ഷനും, ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളാണെങ്കിൽ അത് ഊർജമോചക പ്രവർത്തനങ്ങൾ അഥവാ എക്സോഎർജിക് റിയാക്ഷനുമാണ്. ഇനി കുറച്ച് പ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇലക്ട്രോ കെമിക്കലിൽ എന്താണ്, ഫോട്ടോ കെമിക്കലിൽ എന്താണ്, തെർമോ കെമിക്കലിൽ എന്താണ് എന്നുള്ള ജസ്റ്റ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രം ഒന്ന് എഴുതി പോവാം കേട്ടോ. ഇനി വിവിധ തരം സെല്ലുകൾ, ഇത് നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ്, ഏതൊക്കെ സെല്ലുകളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ. രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇവയിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. നോക്കിയേ, ഡ്രൈ സെല്ല് ഏതിലൊക്കെ ഉപയോഗിക്കുന്ന, റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടം, ടോയ്സ് അല്ലേ. റേഡിയോ, ക്യാമറ, ക്ലോക്ക്, ടോയ്സ്, അതിലാണ് ഇത് ഉപയോഗിക്കുന്നത്, ഡ്രൈ സെല്ല് ഉപയോഗിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഡ്രൈ സെല്ല് എന്ന് പറയുന്നത്. പിന്നെ മെർക്കുറി സെല്ല് അല്ലേ. മെർക്കുറി സെല്ല് ഏതിലൊക്കെ ഉപയോഗിക്കുന്നത്, വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതിലുപയോഗിക്കുന്ന മെർക്കുറി സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെല്ല്, റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏത്, നിക്കൽ കാഡ്മിയം സെല്ല്. ലിഥിയം അയൺ സെല്ല് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടായില്ലേ പണ്ട് അഴിച്ചു നോക്കുന്നത്, അത് ലിഥിയം അയോൺ സെല്ലാണ്. അത് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബോക്സ് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, നമ്മളോട് ചോദിക്കും. അപ്പോൾ റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടം അതിൽ ഡ്രൈ സെല്ല്. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മെർക്കുറി സെല്ല്. റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് അതിലൊക്കെ ക്യാമറകളിലൊക്കെ നിക്കൽ കാഡ്മിയം സെല്ല്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പിൽ ലിഥിയം അയോൺ സെല്ലുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ബോക്സും കൂടിയുണ്ട്, വൈദ്യുത ചാർജുള്ള കണികകൾ. ഉണ്ടോ, എന്താ നോക്കിയേ, ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലികളുടെയും ലായനികളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉള്ളതിനാലാണ് വൈദ്യുത രാസപ്രവർത്തനത്തിൽ അഥവാ യഥാക്രമം നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള കണങ്ങളുടെ രാസസൂത്രം പട്ടികയിൽ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതായത് പോസിറ്റീവ് അയോൺ ഏതൊക്കെയാണ്, നെഗറ്റീവ് അയോൺ ഏതൊക്കെയാണ്, അതാണ് കൊടുത്തിരിക്കുന്നത്. വൈദ്യുത ചാർജുള്ള കണികകളെയാണ് നമ്മൾ അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽഷ്യം, കോപ്പർ. സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽഷ്യം, കോപ്പർ. നെഗറ്റീവ് ആയിട്ടുള്ളത് ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് ഓർത്താൽ മതി അല്ലേ. ക്ലോറൈഡ്, കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ഓക്സൈഡ്, ബൈകാർബണേറ്റ്, അതൊക്കെ ഏതാണ്, അത് നെഗറ്റീവ് അയോണാണ്. ഇപ്പോൾ പോസിറ്റീവ് അയോണിൽ സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽഷ്യം, കോപ്പർ. നെഗറ്റീവ് അയോണിൽ വരുന്നത് ക്ലോറൈഡ്, കാർബണേറ്റ്, സൾഫർ, നൈട്രേറ്റ്, ഓക്സൈഡ്, ബൈകാർബണേറ്റ് എന്നിവയാണ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കുറച്ച് കാര്യങ്ങളാണുള്ളത്. ആ ഒരു എക്സ്പെരിമെൻ്റ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അല്ലേ, ഈ ഒരു എക്സ്പെരിമെൻ്റ് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് എന്തറിയാം, ഇതെന്താണെന്ന് മനസ്സിലാവും അല്ലേ. വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്നുള്ളത് ഈ ഒരു നമ്മൾ സാധാരണ പ്ലേറ്റ് ചെയ്യുന്ന ആഭരണങ്ങൾ പ്ലേറ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ ഈ പടങ്ങൾ അല്ലെങ്കിൽ ഈ ഓരോരോ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു PDF ആയി തരുവാണെങ്കിൽ ജസ്റ്റ് ഒരു 1 പേജ് 2 പേജ് ഉള്ളൂ കാര്യം പറഞ്ഞ്, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.